സഹയാത്ര തുടരുകയാണ് സഹൃദയ. സമൂഹത്തിൽ മാറ്റങ്ങളുടെ മാർഗദർശിയായും ഉത്കർഷങ്ങളുടെ ഉൽപ്രേരകമായും 6 പതിറ്റാണ്ടുകളുടെ യാത്ര. നല്ല സമരിയക്കാരന്റെ ഉപമയിലെ സമരിയക്കാരനെ പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സത്രക്കാരനെ പോലെ പുനരധിവാസ പ്രവർത്തനങ്ങളിലും സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള യാത്ര ഒരു സുഹൃതമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമാണ് സഹൃദയ എന്ന് വിളിക്കപ്പെടുന്ന വെൽഫെയർ സർവീസസ് എറണാകുളം. കാരുണ്യത്തിന്റെ ഭാഷയിൽ സുവിശേഷം പ്രസംഗിച്ച കാരുണ്യരൂപന്റെ കാലടികളെ പിഞ്ചെന്നുകൊണ്ട് അതാത് കാലങ്ങളിൽ വേദനിക്കുന്ന സഹജീവികൾക്ക് ആശ്വാസം പകരാൻ തനതായ രീതിയിൽ പരിശ്രമിച്ചിരുന്ന അതിരൂപതയിലെ ഇടവകകളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ അതിരൂപത അധ്യക്ഷനായിരുന്ന കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ ശ്രമമാണ് സഹൃദയ. 1958 സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ആർച്ച് ഡയോസിസ് ഓഫ് എറണാകുളം എന്ന പേരിൽ തുടക്കമിട്ട, പിന്നീട് 1965 വെൽഫെയർ സർവീസസ് എറണാകുളം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് 60 വർഷം പൂർത്തിയാവുന്നു. കുഷ്ഠരോഗികൾ ധാരാളമായിട്ട് എറണാകുളം പട്ടണത്തിൽ ഭിക്ഷാടനത്തിന് നടന്നിരുന്നു. എല്ലാ ബുധനാഴ്ചയും 60ഓളം കുഷ്ഠരോഗികൾ അരമനയിൽ വരുന്ന പതിവുണ്ടായിരുന്നു. പിതാവ് നേരിട്ട് തന്നെ അവരോട് സംസാരിക്കുകയും സഹായം കൊടുക്കുകയും ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ വലിയൊരു സംസ്കാരം അതിരൂപതയിൽ വളർത്തിയെടുത്തതിൻ്റെ തുടർച്ചയായിട്ടാണ് സഹൃദയ എന്ന ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. അത് പരക്കട്ടിൽ പിതാവ് തന്നെ ആരംഭിച്ചതാണത്. സഹൃദയയുടെ വജ്രജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ നാം എല്ലാവരും ഒരു ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ അതിരൂപതയിലെ മേലധ്യക്ഷന്മാർ നമുക്ക് വേണ്ടി വളർത്തിയെടുത്ത ഉപവിപ്രവർത്തനങ്ങളുടെ സംസ്കാരം അത് ഒരിക്കലും നിന്നു പോകാതെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ പുതിയ പുതിയ സേവന ശുശ്രൂഷ മേഖലകൾ കണ്ടെത്തി ഇടപെടലുകൾ നടത്തുവാനായിട്ട് ഈ ജൂബിലിയുടെ അവസരത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 60കളിൽ അപൂർവ ദൃശ്യമായിരുന്ന മോട്ടോർ പമ്പ് സെറ്റുകൾ സബ്സിഡിയോടെ 300-ലേറെ കർഷകർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ പരിശ്രമിച്ച സഹൃദയ ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണവും എന്ന മുദ്രാവാക്യവുമായി കുടുംബകൃഷി രീതികളെ ഏറ്റെടുക്കുകയാണ് ഇന്ന്. രാസവളങ്ങൾ പരമാവധി ഒഴിവാക്കി മണ്ണിനും മനുഷ്യനും ഹാനി വരുത്താത്ത കൃഷിരീതികളിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനങ്ങളിലൂടെയും മുന്നേറുന്ന സഹൃദയ കുട്ടികളെ പ്രകൃതിയുടെ കൂട്ടുകാരാക്കാൻ പരിസ്ഥിതി ഞായർ ആഘോഷവും നടത്തുന്നു. സ്വയം പര്യാപ്തതയിലേക്കുള്ള ചുവടുവയ്പിൽ സ്വയം തൊഴിലുകൾക്കുള്ള നിർണായക പങ്ക് തിരിച്ചറിഞ്ഞ് നിരവധി സംരംഭങ്ങളാണ് സഹൃദയ പ്രോത്സാഹിപ്പിച്ചു വരുന്നത്. ആദ്യകാലത്ത് നടപ്പാക്കിയ പശുവളർത്തൽ പദ്ധതിയുടെ നിത്യസ്മാരകമാണ് ഇന്ന് മധ്യകേരളത്തിന്റെ പാൽക്കാരനായി മാറിയ PDDP എന്ന പ്രസ്ഥാനം. തൊഴിലുകളെക്കുറിച്ചുള്ള അറിവ് പകർന്ന് സാമ്പത്തിക സാങ്കേതിക പിന്തുണ ഉറപ്പാക്കി വ്യക്തികളെ സംരംഭകരാക്കാൻ സഹൃദയ പ്രചോദിപ്പിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ 60 വർഷങ്ങൾ പിന്നിടുന്ന സഹൃദയ ജനമനസ്സുകളിലേക്ക് കാരുണ്യത്തിൻ്റെ അനുഭവമായിട്ട് കടന്നു വരികയാണ്. 1965 ഒക്ടോബർ 11 രജിസ്റ്റർ ചെയ്യപ്പെട്ട വെൽഫെയർ സർവീസ് എറണാകുളം എന്ന സൊസൈറ്റി ഇന്ന് 60 വർഷങ്ങൾ പിന്നിടുമ്പോൾ 10,000-കണക്കിന് ജീവിതങ്ങളെയാണ് കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് സഹൃദയയ്ക്ക് സാധിച്ചത്. സഹൃദയയുടെ നാൾ വഴികൾ ഒരുപാട് അഭിമാനത്തോടെ ഓർത്തെടുക്കുവാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. സഹൃദയ അതിൻ്റെ ആരംഭം മുതൽ ഈ കാലഘട്ടം അത്രയും ഓരോ കാലഘട്ടത്തിലെയും അവശത അനുഭവിക്കുന്ന സമൂഹത്തോടൊപ്പം നിന്നതിൻ്റെ വലിയ ചാരിതാർത്ഥ്യമാണ് സഹൃദയക്കുള്ളത്. സഹൃദയയുടെ ഈ കാലഘട്ടങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായി മുന്നോട്ട് നയിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഭിമന്യ പിതാക്കന്മാർ, കൂരിയാംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സഹൃദയ സ്ഥാപനത്തെ നയിച്ച മുൻ മേലധികാരികൾ, കൂടാതെ ഇവിടെ പ്രവർത്തിച്ച നിരവധി സ്റ്റാഫുകൾ, അവരുടെ എല്ലാവരുടെയും അധ്വാനവും വിയർപ്പുമാണ് ജനഹൃദയങ്ങളിലേക്ക് കാരുണ്യമായി സഹൃദയയ്ക്ക് ഇറങ്ങിച്ചെല്ലുവാനായി സാധിച്ചത്. വനിതാ സംഘങ്ങളിലൂടെയും
ഭിന്നശേഷി മേഖലയിലുമൊക്കെ സഹൃദയ വളർത്തിയ നിരവധി സംരംഭകരുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വിധവകളെയും സംരംഭകരാക്കി ശാസ്ത്രത്തിന്റെ പടികളിലേക്ക് സഹൃദയ കൈപിടിച്ച് കയറ്റുന്നു. സ്വയം തൊഴിൽ എന്ന നിലയിൽ നടപ്പാക്കിയ മുയൽ വളർത്തൽ, പട്ടുനൂൽപ്പുഴു വളർത്തൽ സംരംഭങ്ങളും നിരവധി കർഷകർക്ക് കൈത്താങ്ങായി. പട്ടുനൂൽപ്പുഴു വളർത്തൽ സംരംഭത്തിന്റെ തുടർച്ചയാണ് ഇന്ന് അങ്കമാലിയിൽ പ്രവർത്തിച്ചു വരുന്ന സഹൃദയ സിൽക്ക് കേന്ദ്രം. കൊക്കൂൺ സംസ്കരണം മുതൽ പട്ടുവസ്ത്ര നിർമ്മാണം വരെ ഒരു കുടക്കീഴിൽ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് സഹൃദയ സിൽക്ക് കേന്ദ്രം. തയ്യൽ പരിശീലനം നൽകി ജീവിതമാർഗം കണ്ടെത്താൻ ആയിരക്കണക്കിന് വനിതകളെ സഹായിക്കുന്നതിലും സഹൃദയ ശ്രദ്ധിച്ചു. 1990കളിലാണ് സെറികൾച്ചർ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ 5 ജില്ലകളിലായിട്ട് ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ മൾബറി കൾട്ടിവേഷൻ, സിൽക്ക് എംബ്രോയിഡറി അതിനുവേണ്ടി ആരംഭിച്ചൊരു പ്രോഗ്രാമാണിത്. അപ്പോൾ ആദ്യം നമ്മൾ പൊന്നുരുന്നിയിലാണ് ഇതിൻ്റെ ചെറിയ യൂണിറ്റ്, സിൽക്ക് റീലിംഗ് യൂണിറ്റും വീവിംഗ് യൂണിറ്റും തുടങ്ങിയത്. അതിനുശേഷം 93-ൽ അങ്കമാലിയുടെ ചമ്പന്നൂരിലുള്ള സഹൃദയ സിൽക്ക് കേന്ദ്രം എന്ന പേരിൽ റീലിംഗ്, ട്വിസ്റ്റിംഗ്, വീവിംഗ് ഈ 3 പ്രോഗ്രാംസും കൂടി ഉൾപ്പെടുന്ന വലിയൊരു യൂണിറ്റായിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇത് ആരംഭിച്ചു. 100% പ്യുർ സിൽക്കാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പൊന്നുരുന്നിയിലെ സഹൃദയ ടൈലറിംഗ് സെന്ററിൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള യൂണിഫോമുകൾ തയ്ച്ചു കൊടുക്കുന്നു. ഏതാണ്ട് 15 വർഷത്തോളമായി സഹൃദയയുടെ കീഴിൽ ഈ സഹൃദയ ടൈലറിംഗ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. ജെൻസ്, ലേഡീസ്, കിഡ്സ് എല്ലാവിധ തയ്യൽ ജോലികളും നമ്മൾ ടൈം ബൗണ്ടഡ് ആയിട്ടും അഫോർഡബിൾ റേറ്റിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ സീസണലായിട്ട് സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ് ഇവരുടെ യൂണിഫോംസ് വളരെ കൃത്യമായ സമയത്ത് നമ്മൾ ചെയ്തു തീർക്കുന്നു. തീരദേശങ്ങളിലെ പ്രധാന തൊഴിലായ കയർ മേഖലയിൽ മോട്ടോറൈസ്ഡ് ട്രാട്ടുകൾ പ്രചരിപ്പിച്ച് അധ്വാനം കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും സഹൃദയ ഇടപെടലുകൾ നടത്തി. പാചകകല ശാസ്ത്രീയമായി അഭ്യസിപ്പിച്ച് തൊഴിൽ ലഭ്യമാക്കിയതും ആഭരണ നിർമ്മാണം, ഡ്രൈവിംഗ്, ബ്യൂട്ടീഷ്യൻ പോലുള്ളവ പരിശീലിപ്പിച്ചതും വേറിട്ട രീതികളിലൂടെയുള്ള മുന്നേറ്റമായിരുന്നു. ഫാസ്റ്റ് ഫുഡ് ഉദ്യമി അല്ലെങ്കിൽ ലഘു ഉദ്യമി എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ക്ലാസ്സുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി മുതൽ സംരംഭകത്വ വികസനത്തെക്കുറിച്ചും ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ട്രെയിനിങ്ങിലൂടെ കൊടുക്കുന്നുണ്ട്. കൂടാണ്ട് നമ്മൾ ഒരു ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഐറ്റമാണ് പഠിക്കേണ്ടത്, അങ്ങനെ ഒരു 10-32 ഐറ്റം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചൈനീസ് തൊട്ട് നോർത്ത് ഇന്ത്യൻ ഐറ്റം സാധനങ്ങൾ വരെ നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് NCVTയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് എവിടെ വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംരംഭം തുടങ്ങുന്നതിനുള്ള ലോണും വായ്പാ സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. പിന്നെ വിദേശത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൂടി ഈ സർട്ടിഫിക്കറ്റ് വളരെ ഉപയോഗപ്രദമായിരിക്കും. കൂൺ കൃഷി, ഫാസ്റ്റ് ഫുഡ് ട്രെയിനിങ് പ്രോഗ്രാം, പേപ്പർ ക്യാരി ബാഗ് ആൻഡ് ഫയൽ മേക്കിംഗ്, പിന്നെ സോഫ്റ്റ് പാവ നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജ്വല്ലറി മേക്കിംഗ്, കോസ്റ്റ്യൂം ജ്വല്ലറി മേക്കിംഗ്, അതൊക്കെയാണ് നമ്മൾ സാധാരണ ഇടവകകളിൽ അല്ലെങ്കിൽ വില്ലേജ് തലത്തിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ. നാരിശക്തി പ്രോജക്റ്റിൻ്റെ ട്രെയിനിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എറണാകുളം മേഖലയിലുള്ള 100ഓളം വിധവകൾക്കായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. ഈ ഒരു ട്രെയിനിങ്ങിൽ ഏകദേശം 50ഓളം സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനവും അതോടൊപ്പം തന്നെ 50ഓളം സ്ത്രീകൾക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സുമാണ് നമ്മളിവിടെ സൗജന്യമായിട്ട് ട്രെയിനിങ് നടത്തുന്നത്. ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് 30 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇവർ ട്രെയിനിങ് പൂർത്തിയാക്കുമ്പോൾ V-Guardന്റെ സഹായത്തോടുകൂടി ഇവർക്കൊരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നാരിശക്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള തയ്യൽ പരിശീലന ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന ക്ലാസ്സാണ്. തുടക്കക്കാരും അതുപോലെ അറിയാവുന്നവരും കുറച്ചറിയാവുന്നവരും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ ഒരു തയ്യൽ ക്ലാസ്സിലുണ്ട്. അറിയുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കോഴ്സും, ബിഗിനേഴ്സിനെ അവർക്കൊരു ചെറിയ സംരംഭമോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ സ്വന്തം ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു പരിശീലനമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 100 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിശീലന ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 50 പേർക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സുകളും 50 പേർക്ക് തയ്യൽ ക്ലാസ്സുകളുമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാരിശക്തി എന്നൊരു പേര് ഇതിൻ്റെ ഇത് തന്നെ വിഡോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി ഉണ്ടാവുക, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാവുക എന്നൊക്കെ ആ ഒരു കാര്യത്തിന് മുൻനിർത്തിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇതുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
തേൻ ശുദ്ധീകരിച്ച് വിപണിയിലെത്തിക്കുന്നതും സഹൃദയ ശ്രദ്ധിക്കുന്നു. സംഘങ്ങളിലെ വീട്ടമ്മമാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണനം ഉറപ്പാക്കാൻ സഹൃദയ സർവീസസ് വിഭാഗം ശ്രദ്ധിക്കുന്നുണ്ട്. കേരള കൃഷി വകുപ്പിന്റെ കേരളാഗ്രോ ബ്രാൻഡ് സഹൃദയ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സഹൃദയയുടെ കേരള ആഗ്രോ ബ്രാൻഡഡ് ഷോപ്പാണിത്. കേരള ആഗ്രോ ബ്രാൻഡ് ചെയ്ത് തന്നിട്ടുള്ള സഹൃദയയുടെ തന്നെ 100ഓളം പ്രോഡക്ട്സ് നമ്മളിപ്പോൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ കേരള ആഗ്രോയുടെ മറ്റ് ജില്ലകളിലുള്ള പ്രോഡക്ട്സും നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സഹൃദയയുടെ പ്രോഡക്ട്സ് എല്ലാം കർഷകരിൽ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. ഗ്രാമങ്ങളിൽ നടത്തപ്പെടുന്ന സഹൃദയ ഫെസ്റ്റുകളും വിപണനത്തിനുള്ള മാർഗങ്ങളാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ക്രോഡീകൃതമായ സംവിധാനമാണ് സഹൃദയ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി. ഒരുപാട് സാമൂഹിക ഇടപെടലുകൾക്ക് സൊസൈറ്റി കാരണമായിട്ടുണ്ട്. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ കരം കൊടുക്കുന്ന ശക്തമായ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളമാണ് എറണാകുളം അതിരൂപതയുടെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി. സൊസൈറ്റി സ്ഥാപിച്ചിട്ട് 60 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഒരുപാട് ഇടപെടലുകൾ വഴി ധാരാളം മനുഷ്യരെ പിന്നോക്ക ഭാഗത്ത് നിന്ന് മുന്നോട്ട് കൊണ്ടുവരുവാനും മുഖ്യധാരയിലെ സ്വന്തം കാലിൽ നിൽക്കാനും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മൂലം കാരണമായിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടുകൂടെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ അഭിമാനപൂർവ്വം അഭിനന്ദിക്കുന്നു. സർവ്വദൈവാനുഗ്രഹങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് വളരുക എന്ന ആദർശവാക്യത്തോടെ സഹൃദയ നടപ്പാക്കിയ ജനസംഘാടന പ്രവർത്തനങ്ങൾ പിന്നീട് സമൂഹത്തിന് തന്നെ മാതൃകയായി മാറി. 80കളിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടിലാണ് പ്രാദേശിക വികസന സമിതികളും അടുത്തടുത്ത് താമസിക്കുന്ന 10 കുടുംബങ്ങളുടെ കൂട്ടായ്മയുമൊക്കെ സഹൃദയ തുടങ്ങിവച്ചത്. സഹൃദയ സംഘങ്ങളിലൂടെ അറിവും കഴിവും ആത്മവിശ്വാസവും നേതൃപാടവവും നേടി ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രശോഭിക്കുന്നവർ നിരവധിയാണ്. സഹൃദയയുടെ ജനസംഘാടന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് വെസ്കോ ക്രെഡിറ്റ് എന്ന കുടക്കീഴിലാണ്. ജനങ്ങളിൽ മിതവ്യയശീലവും സമ്പാദ്യശീലവും വളർത്തിയെടുക്കുന്നതിൽ സ്വാശ്രയനിധി മുതലുള്ള പദ്ധതികൾ വലിയ പങ്കുവഹിച്ചു. വായ്പകൾ തിരിച്ചടയ്ക്കുന്ന വിശ്വസ്തതയുടെ സംസ്കാരവും ജനങ്ങളിൽ വളർത്തിയെടുക്കാൻ സംഘങ്ങൾ ശ്രദ്ധിക്കുന്നു. സഹൃദയ വെസ്കോ ക്രെഡിറ്റ് വെൽഫെയർ സർവീസിൻ്റെ കീഴിലുള്ള ഒരു മൈക്രോ ഫിനാൻസ് വിഭാഗമാണ്. നമ്മൾ 2001 മുതൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഉദ്ദേശം 9000-ൽ മേലെ സ്വയം സഹായ സംഘങ്ങൾ ഇതിനോടകം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ ഒരു പ്രവർത്തന മേഖലയിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ മേഖലയെന്ന് പറയുന്നത് ഇവർക്ക് ആവശ്യമായ മൈക്രോ ഫിനാൻസ് കൊടുക്കുക. അതായത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻകം ജനറേഷൻ പ്രോജക്റ്റുകളിൽ, വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രോജക്റ്റുകളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ അവർക്ക് ഒരു തൊഴിൽ കണ്ടെത്താനായിട്ടും സ്വയമായിട്ടൊരു വരുമാനം കണ്ടെത്താനായിട്ടും സഹായിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. കഴിഞ്ഞ 24 വർഷത്തെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വളരെയധികം കുടുംബങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ, ഈ ഒരു സംരംഭങ്ങളിലൂടെ അവർക്ക് അത്താണിയായി അവർക്ക് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നത് വലിയൊരു നേട്ടമായി എനിക്ക് തോന്നുന്നു. 265 ഗ്രാമങ്ങളിലായി 9000-ലേറെ വനിതാ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച സഹൃദയ വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ 2000-ലേറെ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾക്ക് രൂപം നൽകി. സംഘങ്ങളിലൂടെയുള്ള സാമ്പത്തിക ഉൾച്ചേർക്കൽ പ്രക്രിയയ്ക്ക് കാരിത്താസ് ഇന്ത്യയിൽ നിന്നുള്ള ദേശീയ പുരസ്കാരം സഹൃദയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് സഹൃദയ ക്ഷേമ സംഘങ്ങളിലൂടെയും സഹൃദയ സ്വയം സഹായ സംഘങ്ങളിലൂടെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും ജീവിത വിജയത്തിലേക്കും കടന്നു വന്നവർ നിരവധിയാണ്. സഹൃദയവുമായി ബന്ധപ്പെട്ട് 2003-ൽ തുടങ്ങിയ ഒരു ജീവിതമാണ്. എനിക്കിത് ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് ആദ്യകാലത്ത് 10,000 രൂപയാണ് സഹൃദയയിൽ നിന്ന് ലോൺ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പോൾ 15 സംഘങ്ങളുണ്ട്. 15 സംഘത്തിൽ കൂടി 2,45,00,000 രൂപ ഞങ്ങൾക്ക് കേന്ദ്ര ലോണായിട്ട് ലഭിച്ചു. കൃത്യമായിട്ട് തൊഴിൽ ചെയ്യുകയും ഞങ്ങൾ തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ BC ലോൺ, ഫെഡറൽ ബാങ്ക് സഹൃദയം ചേർന്ന് തരുന്നതാണ് BC ലോൺ. ആ ലോൺ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ JLG ലോണുകൾ ഞങ്ങൾ ഇപ്പോൾ 9 സംഘത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ വ്യക്തി എന്ന നിലയിൽ വളരാനും
ആ വ്യക്തിയിലൂടെ സമൂഹം വളരുവാനും അതുപോലെ ഞങ്ങൾ സംഘത്തിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം, സംഘത്തിൽ എന്ത് പറയണം, അതിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ എന്ത് നേട്ടം കൊണ്ടുപോകണം, ഏറ്റവും ഉപരിയായിട്ട് മുറ്റത്തൊരു ബാങ്ക്, അതാണ് ഞങ്ങൾക്ക് സഹൃദയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പതിനെട്ട് വർഷമായി സഹൃദയിൽ ഞങ്ങൾ സംഘങ്ങൾ കൂടി തുടങ്ങിയിട്ട്. 2 പശുവിനെ ആദ്യം മേടിച്ചു, അത് കഴിഞ്ഞ് ആട്, പശു, താറാവ്, കോഴി അങ്ങനെ എല്ലാം വളർത്തുന്നുണ്ട്. സഹൃദയിൽ നിന്ന് ഭയങ്കരമായിട്ട് സഹായങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണേ. ഏതവസരത്തിൽ ചോദിച്ചാലും ഇങ്ങനെ വേണമെന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങളെ സഹായിച്ച് തരാറുണ്ട്. ഞങ്ങൾക്ക് സംഘത്തിന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾക്ക് തരാറുണ്ട് സംഘം. അതിൽ നിന്ന് നല്ല ഒരു വരുമാനവും കിട്ടുന്നുണ്ട്. വനിതാ സംഘങ്ങൾ മാത്രമല്ല, കൗമാരക്കാരായ പെൺകുട്ടികൾക്കുള്ള പ്രബോധിനി സംഘങ്ങളും, കുട്ടികൾക്കായി ബാലസഹൃദയയും ഭിന്നശേഷിക്കാർക്കായി സ്പർശൻ ഫെഡറേഷനും സഹൃദയ രൂപീകരിച്ചു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പൊതുവെ ഒത്തിരിയേറെ ട്രെയിനിങ് ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് സർക്കാരുമായിട്ടൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് വളരെ സുന്ദരമായ ഫാസ്റ്റ് ഫുഡിൻ്റെ ട്രെയിനിങ്, തയ്യൽ പരിശീലനം, കൂൺ കൃഷി നിർമ്മാണം, അങ്ങനെ വ്യത്യസ്തമായ പല ട്രെയിനിങ് ക്യാമ്പുകളും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ ആഴ്ചകളിലും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ 10-30ഓളം വരുന്ന ഗ്രൂപ്പുകളായിട്ടാണ് ഈ ട്രെയിനിങ് നടക്കുക. തികച്ചും സൗജന്യവുമാണ്, സർട്ടിഫൈഡ് കോഴ്സാണ്. തുടർ പരിശീലനത്തിനും തുടർ ബിസിനസ്സിലൊക്കെ ആയിട്ട് നമ്മൾ സാമ്പത്തികമായ സഹായം കൂടി നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. സഹൃദയ പേര് പോലെ തന്നെ നല്ല ഹൃദയങ്ങളൊരു കൂട്ടായ്മയാണ്. എല്ലാവർക്കും ഇടം കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിരമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു കുടുംബം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സഹൃദയ മെലഡീസ് വിഭിന്നശേഷിക്കാരുടെ ഒരു ഗാനമേള ട്രൂപ്പാണ്. 200-ൽ പരം ഷോകളുമായിട്ട് വളരെ സുന്ദരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് 10ഓളം വരുന്ന ഡിസബിലിറ്റി ഉള്ള ഗായകരും മിമിക്രി ആർട്ടിസ്റ്റൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുക. അങ്ങനെ എല്ലാ തരത്തിൽ നോക്കുമ്പോഴും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഹൃദയമുള്ള ഒരു വലിയ കുടുംബമാണ് സഹൃദയ. ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇനിയും വളരട്ടെ, ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴെ തലചായ്ക്കാൻ സ്വന്തമായി ഒരു മേൽക്കൂരയില്ലാത്ത പാവങ്ങൾക്കായി 50,000-ഓളം ഭവനങ്ങളാണ് കഴിഞ്ഞ 60 വർഷത്തിനുള്ളിൽ സഹൃദയ നിർമ്മിച്ചു നൽകിയത്. അതിലേറെ ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തി. തൃക്കാക്കരയിൽ നടപ്പിലാക്കിയ കർദിനാൾ നഗരഭവന പദ്ധതിയാണ് പിന്നീട് സർക്കാരിന്റെ ലക്ഷം വീട് പദ്ധതിക്ക് മാതൃകയായി മാറി. ജോസഫ് പാറേക്കാട്ടി പിതാവ് 1970 ഞങ്ങൾക്ക് മാർച്ച് 19 ഇവിടുത്തെ വീടിൻ്റെ താക്കോല് തന്നു. ഞങ്ങളിവിടെ വന്നിട്ട് 55-ാമത്തെ വർഷമാണ്. 5 സെൻറ്റ് സ്ഥലവും 40 വീടും കർദിനാൾ ജോസഫ് പാറേക്കാട്ടിലാണ് ഞങ്ങൾക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 6 മാസം കഴിഞ്ഞ് പള്ളി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പിള്ളേർ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് കാക്കനാട് വെള്ളമൊക്കെ നീന്തിയാണ് പോയിരുന്നത്. പിതാവ് അത് അറിഞ്ഞിട്ടായിട്ടാണ് തോന്നുന്നത്. കാർഡിനൽ സ്കൂള് പണിത് പിള്ളേർക്ക് 5-ാം ക്ലാസ് തുടങ്ങി ഞങ്ങളുടെ പിള്ളേർക്ക് പഠിക്കാൻ സാധിച്ചു. കുടുംബങ്ങളിൽ ഒരു കൂട്ടായ്മയൊക്കെ തുടങ്ങി. അങ്ങനെ സഹൃദയ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കണം. 1983-ൽ സബ്സിഡൈസ്ഡ് സെൽഫ് ലൈഫ് ഹൗസിംഗ് എന്ന സർക്കാർ പദ്ധതിയോട് ചേർന്ന് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകിയ ഏജൻസി എന്ന നിലയിൽ അന്നത്തെ രാഷ്ട്രപതി സെയിൽസിംഗിൽ നിന്നും സഹൃദയയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഞാറക്കലിലും കുഴുപ്പള്ളിയിലും സുനാമി പുനരധിവാസ ഭവന പദ്ധതി 2018-ലെ മഹാപ്രളയത്തിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്കായി നടപ്പിലാക്കിയ പദ്ധതി, മലബാറിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി നിലമ്പൂരിലും പാലക്കാട്ടും നിർമ്മിച്ച ഭവനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഇപ്പോൾ വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്കായി നടപ്പാക്കി വരുന്ന ഭവന പദ്ധതികളൊക്കെയും ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഇതിനൊപ്പം അതിരൂപത ശതാബ്ദി, ക്രിസ്തുജയന്തി മഹാജൂബിലി, സേവ് എ ഫാമിലി പ്ലാൻ സുവർണ ജൂബിലി തുടങ്ങിയ ആഘോഷ അവസരങ്ങളിലും ഭവന പദ്ധതികൾ സുപ്രധാന ഘടകമായിരുന്നു. അതിരൂപത കാരുണ്യവർഷത്തിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്കായി കിഴക്കമ്പലത്ത് നടപ്പാക്കിയ കാരുണ്യ വില്ലാസ് ഭവന സമുച്ചയത്തിൽ ഇപ്പോൾ 42 കുടുംബങ്ങൾ താമസിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ സഹൃദയ എന്ന വിഭാഗമാണ് ഈ കാരുണ്യവില്ല എന്ന പ്രൊജക്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ 2012 മെയ്യിലാണ് ഈ പ്രൊജക്റ്റ് ഇവിടെ നിലവിൽ വന്നത്. ഇതിൽ 42
കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. നമുക്ക് കൃഷി സ്വന്തമായി ചെയ്യാനായിട്ട് സ്ഥലമുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഓരോ ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുടിവെള്ളത്തിനാണെങ്കിലും നമുക്ക് സഹൃദയ ഓരോ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. 2012 ഫാദർ ജോസഫ് കുഞ്ചപ്പുശ്ശേരി അച്ഛൻ ഈ സ്ഥലം സഹൃദയ്ക്ക് ഡൊണേറ്റ് ചെയ്തത്. വെൽഫെയർ സർവീസസ് കാരുണ്യത്തിൻ്റെ ഒരു മുഖമാണ്. അലിവിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും ഒക്കെ ശീലങ്ങൾ മനുഷ്യരിൽ വർദ്ധിപ്പിക്കുവാനായിട്ട് വെൽഫെയർ സർവീസസ് എന്നും മുന്നിൽ നിന്നിട്ടുണ്ട്. പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും പോലുള്ള ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ നല്ലൊരു സമരിയാക്കാരൻ്റെ ഒരു റോള് എടുക്കുവാനായിട്ട് വെൽഫെയർ സർവീസസ് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അടുത്ത നാളുകളിൽ ലിയോ മാർപ്പാപ്പ പുറപ്പെടുവിച്ച അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നത് പോലെ ദിലക്സി തേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ വസ്തുവകകളും എല്ലാം മനുഷ്യരുമായിട്ട് പങ്കിടുവാനായിട്ട് ഉള്ള ഒരു ശീലം, പങ്കുവയ്പ്പിൻ്റെ, കാരുണ്യത്തിൻ്റെ, അലിവിൻ്റെ ഒരു മുഖം ആയിത്തീരാനായിട്ട് വെൽഫെയർ സർവീസസ് ഇന്നോളം പരിശ്രമിച്ചിട്ടുണ്ട്. വജ്രജൂബിലിയുടെ നിറവിലായിരിക്കുന്ന വെൽഫെയർ സർവീസസിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജൂബിലിയുടെ മംഗളങ്ങൾ പ്രത്യേകമായി നേരുകയും ചെയ്യുന്നു. ആരോഗ്യപ്രദമായ ജീവിതം ഉറപ്പാക്കാൻ ആദ്യകാലം മുതൽക്കേ ശ്രദ്ധിച്ചിരുന്ന സഹൃദയ വീടുകൾക്കൊപ്പം ശൗചാലയങ്ങളും പുകശല്യമില്ലാത്ത അടുപ്പുകളും നിർമ്മിക്കാൻ സഹായിച്ചത് 10,000-കണക്കിന് കുടുംബങ്ങളെയാണ്. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും പോഷകാഹാരം എത്തിച്ചു നൽകുന്ന പദ്ധതിയും മെഡിക്കൽ ക്യാമ്പുകളും നടത്തിയ സഹൃദയ അടുത്ത കാലത്ത് ആസ്റ്റർ മെഡ്സിറ്റിയുടെ സഹകരണത്തോടെ 200ഓളം ഗ്രാമങ്ങളിൽ പ്രഥമ ശുശ്രൂഷ പരിശീലനവും സംഘടിപ്പിച്ചു. ആയുർവേദത്തിന്റെ തനിമയും സമ്പൂർണതയും ഉറപ്പുവരുത്തി പ്രവർത്തിക്കുന്ന സഹൃദയ നൈവേദ്യ ആയുർവേദ ആശുപത്രി മികച്ച പ്രവർത്തനത്തിനും സൗകര്യങ്ങൾക്കുമുള്ള സർക്കാരിന്റെ അംഗീകാരം നേടിയ സ്ഥാപനമാണ്. ജീവിത ഭക്ഷണശൈലീ രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി ആരോഗ്യ ക്ലാസുകളും യോഗ പരിശീലനം പോലുള്ള നടപടികളും സഹൃദയ ചെയ്തു വരുന്നു. 2006 ഈ സ്ഥാപനം തുടങ്ങിയത്. തുടങ്ങിയതിന് ശേഷം ധാരാളം രോഗികൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിലൂടെ സൗഖ്യം നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഹൃദയ ഒരു സോഷ്യൽ സർവീസ് സെൻ്ററാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ഒത്തിരി പാവപ്പെട്ട രോഗികൾക്ക് നമ്മൾ പരിചരണം നടത്തി വരുന്നു. 15 ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റലാണിത്. ഒത്തിരി പേര് OP ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു വരുന്നു. സ്കിൻ അലർജിക്കാരും ഇവിടേക്ക് ധാരാളമായിട്ട് വരാറുണ്ട്. വാതവ്യാധികളിൽ തന്നെ ഫ്രോസൺ ഷോൾഡർ, സയാറ്റിക്ക, ലംബാർ സ്പോണ്ടിലോസിസ്, സർവൈക്കൽ സ്പോണ്ടിലോസിസ്, പിന്നെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്, പിന്നെ സ്കിൻ അലർജികൾ, ഇങ്ങനെ നിരവധി വ്യാധികളായിട്ട് കടന്നു വരുന്നവർക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സൗഖ്യദായക ശുശ്രൂഷയാണ് ഇവിടെ നടന്നു പോകുന്നത്. സ്കിൻ അലർജിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മുടേതായ സോപ്പുകൾ, ഷാമ്പുകൾ, പിന്നെ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഓയിലുകൾ, ഹെയർ ഓയിൽ തുടങ്ങിയ, അതായത് സ്കിൻ അലർജിക്ക് പറ്റിയ ഒത്തിരി ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിലൂടെ ഒത്തിരി പേര് സൗഖ്യം നേടുന്നുണ്ട്. ക്യാൻസർ രോഗത്തിനെതിരെ പ്രതിരോധമുയർത്തി സഹൃദയ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഇന്ന് ആശാകിരണം പദ്ധതിയിലും സഹൃദയ ഹെയർ ബാങ്കിലും സുസ്മിതം പദ്ധതി വഴിയുള്ള കോട്ടൺ സാനിറ്ററി പാഡ് വിതരണത്തിലും എത്തിനിൽക്കുന്നു. മാനസിക രോഗത്തിന് സ്ഥിരം ചികിത്സ വേണ്ടിവരുന്നവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ സൗജന്യമായി നൽകുന്ന സ്നേഹ മെന്റൽ ഹെൽത്ത് പദ്ധതിയും സഹൃദയുടെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ലഹരിക്കെതിരെയുള്ള മുന്നേറ്റമായി സജീവം ക്യാമ്പയിൻ, 50,000 അമ്മമാരെ അണിനിരത്തിയുള്ള അമ്മക്കൂട്ട് പദ്ധതികൾ നടപ്പാക്കുന്ന സഹൃദയ മാനസിക സമ്മർദ്ദങ്ങളിൽ ആശ്വാസമേകാൻ ഇടം കൗൺസിലിംഗ് സെന്ററിനും രൂപം നൽകി. ചികിത്സാ ചെലവുകളിൽ ഒരു കൈസഹായമാവുക എന്ന ലക്ഷ്യത്തോടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികൾ കഴിഞ്ഞ 40 വർഷത്തിലേറെയായി സഹൃദയ നടപ്പാക്കി വരുന്നു. കാരുണ്യവർഷത്തിൽ സഹൃദയ നടപ്പാക്കിയ ഇൻഷുറൻസ് പദ്ധതി ഭാരതത്തിൽ ഒരു സർക്കാർ ഇതര ഏജൻസി നടപ്പാക്കിയ ഏറ്റവും ബൃഹത്തായ പദ്ധതി എന്ന പേര് നേടി. ഇൻഷുറൻസ് പദ്ധതികൾ ജനകീയമാക്കിയതിന് സർക്കാരിന്റെ അംഗീകാരവും സഹൃദയെ തേടിയെത്തി. ഈശോയുടെയും അവിടുത്തെ തുടർച്ചയായ തിരുസഭയുടെയും മുഖം എപ്പോഴും
കാരുണ്യത്തിൻ്റെ മുഖമാണ് എന്ന് നമുക്കറിയാം. കാരുണ്യം അത് സുവിശേഷത്തിൻ്റെ അന്തസത്തയാണ്. ഇത് ലോകത്തിൻ്റെ അതിരുകളോളം, ലോകത്തിൻ്റെ അവസാനത്തോളം നൽകുവാനാണ് ഈശോ തൻ്റെ സഭയെ സ്ഥാപിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദൈവജനത്തിന് ജാതിമത ഭേദമന്യേ സകലർക്കും കാരുണ്യത്തിൻ്റെ കരം നീട്ടാൻ ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയുടെ ഭാഗമാണ് സഹൃദയ എന്ന സംവിധാനം. ഈ ജീവകാരുണ്യ മേഖലയിൽ സഹൃദയ നടത്തുന്ന ഇടപെടലുകൾ ഏറ്റവും മാതൃകാപരമാണ് എന്ന് നമുക്കറിയാം. അതിരൂപതയുടെ അതിർത്തികൾക്കുള്ളിലുള്ള വിധവകളായ മനുഷ്യർ, നിരാലംബരായ രോഗികൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ വൃദ്ധജനങ്ങൾ, മാറാ രോഗങ്ങൾക്ക് അടിപ്പെട്ടു പോയവർ, ആരാരും തുണയില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവരുടെ എല്ലാവരുടെയും ഒപ്പം നിന്ന് ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖം അവർക്ക് ദർശിക്കാൻ വഴിയൊരുക്കിയത് സഹൃദയാണ്. സഹൃദയ വജ്ര ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനവും സന്തോഷവും പകരുന്ന സത്യമാണ്. ഈ വജ്ര ജൂബിലി വർഷത്തിലെത്തുമ്പോൾ ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത ആദരണീയരായ ഇതിൻ്റെ ഡയറക്ടർ അച്ഛന്മാർ, സമയാസമയങ്ങളിൽ ഇതിനുവേണ്ടി നേതൃത്വം വഹിച്ച പിതാക്കന്മാർ, സഹൃദയയുടെ പ്രവർത്തനങ്ങളുമായി നിർലോഭം സഹകരിച്ച പ്രിയപ്പെട്ട ജീവനക്കാർ, സർവോപരി ഈ അതിരൂപതയിലെ മുഴുവൻ വൈദിക സമൂഹവും സന്യസ്തരും അൽമായരും ഈ പ്രവർത്തനങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പറയാനുള്ള അവസരം കൂടിയാണ് ഈ ജൂബിലി. അതോടൊപ്പം തന്നെ ജൂബിലി എപ്പോഴും ഒരു പുതിയ തുടക്കം കൂടിയാണ്. സഹൃദയയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടി പുനരർപ്പണം ചെയ്യാനുള്ള അവസരമായിട്ട് നമുക്ക് ഈ ജൂബിലി വർഷത്തെ മനസ്സിലാക്കാം. ഇതിനുവേണ്ടി നടത്തുന്ന എല്ലാ സംരംഭങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹൃദയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും അതുമായി സഹകരിക്കുന്ന സകലരുടെയും മേൽ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരം എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമത്തിന് സ്തുതി. വിധിയെന്ന വിലാപവുമായി വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഭിന്നശേഷിക്കാർ ഇന്ന് സഹൃദയയുടെ തണലിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ സജീവമാണ്. ഭിന്നശേഷിക്കാരെ കണ്ടെത്തി കൂട്ടായ്മകൾ രൂപീകരിച്ച് അവരുടെ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിവുകൾ പകർന്ന് അവ നേടിയെടുക്കുവാൻ ആത്മവിശ്വാസവും സാമൂഹിക, സാമ്പത്തിക, സാങ്കേതിക പിന്തുണയും നൽകി സഹൃദയം നടപ്പാക്കുന്ന സേവനങ്ങൾക്ക് കേരള സർക്കാരിന്റെയും ദേശീയ ഏജൻസികളുടെയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായി ആദ്യമായി തൊഴിൽമേള സംഘടിപ്പിച്ചതും ആദ്യമായി ബ്ലൈൻഡ് വാക്ക് നടത്തിയതും സഹൃദയാണ്. ഭിന്നശേഷിക്കാരുടെ ചികിത്സാ സഹായത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്വാവലംബൻ ഇൻഷുറൻസ് പദ്ധതി ഏറ്റെടുത്ത് കേരളത്തിൽ നടപ്പാക്കിയ ഏക ഏജൻസിയും സൗഹൃദയായിരുന്നു. ഭിന്നശേഷിക്കാർക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും സഹായങ്ങൾ ലഭ്യമാക്കുന്ന സഹൃദയ ആവശ്യമുള്ളവർക്ക് സൗജന്യ തെറാപ്പി സേവനവും നൽകി വരുന്നു. സർഗധനരായ കലാകാരന്മാരെ ഉൾപ്പെടുത്തി സഹൃദയ രൂപം കൊടുത്ത സഹൃദയ മെലഡീസ് എന്ന കലാസംഘം ഭിന്നശേഷിക്കാരായ കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും വരുമാനം നേടുന്നതിനുമുള്ള ഒരു വേദി കൂടിയാണ്. ചേർത്തുവെച്ചു ഞങ്ങളും കൂടെയുണ്ട് നാടിനൊപ്പം ദുരിതപർവം താണ്ടുവാൻ, കൂടെയുണ്ട് നാടിനൊപ്പം ദുരിതപർവം താണ്ടുവാൻ. ഭിന്നശേഷിയുള്ളവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പരിപാടികളാണ് സഹൃദയം നടപ്പിലാക്കി വരുന്നത്. ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ഓരോ പഞ്ചായത്ത് തലത്തിലും വാർഡ് അടിസ്ഥാനത്തിൽ ഭിന്നശേഷിയുള്ള ആളുകളെ കണ്ടെത്തുകയും അവരുടെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിച്ചു. ഈ പഞ്ചായത്ത് തലത്തിലുള്ള കൂട്ടായ്മകളുടെ ഒരു ഫെഡറേഷനുകളും പിന്നീട് രൂപീകരിക്കുകയുണ്ടായി.
അങ്കമാലി ബ്ലോക്കിലെ 9 പഞ്ചായത്തുകളിലായിട്ട് നമ്മൾ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ഒരു അപ്പെക്സ് ബോഡിയാണ് സഹൃദയ സ്പർശൻ ജില്ലാ ഫെഡറേഷൻ എന്ന് പറയുന്നത്. ന്യൂറോ ഡൈവർജന്റ് ആയ വ്യക്തികൾക്ക് IT വിദ്യാഭ്യാസം നൽകി പ്രമുഖ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിന് സാഹചര്യമൊരുക്കുന്ന ഇൻക്ലൂസിസ് പദ്ധതി വിപ്ലവകരമായ മാറ്റമാണ് സമൂഹത്തിൽ വരുത്തിയിട്ടുള്ളത്. സെന്റ് അൽഫോൺസ വൊക്കേഷൻ ട്രെയിനിങ് സെന്ററിലാണ് ഇൻക്ലൂസിസ് ന്യൂറോ ഓർഗിൻ്റെ സ്കില്ലിംഗ് സെന്റർ ആദ്യമായി ആരംഭിക്കുന്നത്. 2016 ഫെബ്രുവരിയിൽ ആരംഭിച്ച സ്കില്ലിംഗ് സെന്ററിൽ 16 കുട്ടികളാണ് ആദ്യമായി ഉണ്ടായിരുന്നത്. തുടർന്ന് 5 ബാച്ചുകളിലായി 44 കുട്ടികൾ സ്കില്ലിംഗ് പൂർത്തീകരിക്കുകയും അതിൽ 7 പേർ വിവിധ IT കമ്പനികളിലായും, ഒരാൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ് ഓഫീസിൽ അസിസ്റ്റന്റ് പോസ്റ്റ് ഓഫീസറായും, വേറൊരാൾ ട്രിവാൻഡ്രം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നു. സഹൃദയ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇൻക്ലൂസീസ് ORG ഫൗണ്ടേഷൻ. അതൊരു സെക്ഷൻ 8 കമ്പനിയാണ്. ആ കമ്പനി വഴി ഏകദേശം 250ഓളം കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയും അതിൽ 50 കുട്ടികൾ വിവിധ കമ്പനികളിൽ, ബാങ്കുകളിലും IT കമ്പനികളിലും ജോലി നേടുകയും ചെയ്തിട്ടുണ്ട്. സഹൃദയയുടെ 60ാമത് ജൂബിലി വർഷത്തിൽ 60 കുട്ടികൾ ഇപ്പോൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വയോജനങ്ങൾ, വിധവകൾ, കുട്ടികൾ തുടങ്ങിയവർക്ക് സഹൃദയുടെ സാന്ത്വന സ്പർശം ലഭിക്കുന്നു. വയോജനങ്ങൾക്കായി ചെത്തിക്കോട് സ്ഥാപിച്ചിട്ടുള്ള സൗഖ്യസദൻ 32 വർഷം പിന്നിട്ട് കഴിഞ്ഞു. സേഫ് ഫാമിലി പ്ലാനിൻ്റെ സ്ഥാപകനായ മോൺസിഞ്ഞോർ അഗസ്റ്റിൻ കണ്ടത്തിലിൻ്റെ മനോമുകുരത്തിൽ വിരിഞ്ഞ ഒരു സ്വപ്നമാണ് സൗഖ്യസദൻ ഓൾഡ് ഏജ് ഹോം. 1993 ഒക്ടോബർ 2 ഇതിൻ്റെ ആരംഭം. ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് മോൺസിഞ്ഞോർ എബ്രഹാം കരേടൻ അച്ഛനാണ്. ഇതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത് അന്നത്തെ ബിഷപ്പ് ഡോക്ടർ ജേക്കബ് മനത്തോടത്ത് പിതാവാണ്. വെൽഫെയർ സർവീസ് എറണാകുളത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രോജക്റ്റാണ് സൗഖ്യസദൻ ഓൾഡ് ഏജ് ഹോം. ഇതിൽ 50 അംഗങ്ങൾ താമസിക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടക്കം പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും പങ്കുവച്ചും സന്തോഷത്തോടെ ഒരുമയോടെ ജീവിക്കുന്നു. ബാലവേലയ്ക്കും മനുഷ്യക്കടത്തിനുമെതിരെ ചൈൽഡ് ലൈനുമായി സഹകരിച്ച് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ സഹൃദയ സ്ഥാപിച്ച ചൈൽഡ് ഹെൽപ്പ് ഡെസ്ക് വഴി 5 വർഷത്തിനുള്ളിൽ അരക്ഷിതരായി കണ്ടെത്തിയ 750-ലേറെ കുട്ടികളെയാണ് സുരക്ഷിത കരങ്ങളിലെത്തിച്ചത്. അതിഥി തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി സുധാർ എന്ന പേരിൽ മൈഗ്രന്റ് റിസോഴ്സ് സെന്റർ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. കോവിഡ് കാലത്ത് അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണവും മരുന്നുകളും വാക്സിനുകളും നൽകുന്നതിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനും ശ്രദ്ധ വച്ചു. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി സഹൃദയം നടപ്പാക്കി വരുന്ന മാരിവിൽ ട്രാൻസ്ജെൻഡർ ക്ലിനിക് അവർക്കാവശ്യമുള്ള ചികിത്സ, തെറാപ്പി സഹായങ്ങളും കൗൺസിലിംഗ് സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നത് കൂടാതെ സമൂഹവുമായി ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക കൂടി ചെയ്യുന്നു. എറണാകുളം ജില്ലയിലെ 150ഓളം ട്രാൻസ്ജെൻഡർ വ്യക്തികളെ കണ്ടെത്തി അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകാൻ സഹൃദയ മാരിവിൽ TG ക്ലിനിക്കിന് സാധിച്ചു. വിവിധങ്ങളായ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കൗൺസിലിംഗ് സർവീസ്, ഫ്രീ സെക്സ് പ്രാക്ടീസസ് പ്രൊമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ആധുനിക മനുഷ്യന്റെ അധാർമിക ഇടപെടലുകളിൽ മുറിവേൽക്കുന്ന പ്രകൃതിയെക്കുറിച്ച് മനുഷ്യരിൽ ബോധം പകർന്ന് പ്രകൃതി സൗഹൃദ ജീവിത രീതി പ്രോത്സാഹിപ്പിക്കുകയാണ് സഹൃദയ ടെക് എന്ന പരിസ്ഥിതി പരിപാലന വിഭാഗം. 4 പതിറ്റാണ്ടുകൾക്കപ്പുറം സർക്കാരിന്റെ അംഗീകാരത്തോടെ തുടക്കമിട്ട ബയോഗ്യാസ് പ്ലാന്റുകൾ കേരളത്തിനകത്തും പുറത്തുമായി 35,000-ലേറെ എണ്ണം കടന്നു. മാലിന്യങ്ങളെ പാചകവാതകവും ജൈവവളവുമാക്കി മാറ്റുകയാണ് സഹൃദയുടെ ബയോഗ്യാസ് പ്ലാന്റുകൾ. 1985 ഫെബ്രുവരി മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുകയും ഏപ്രിൽ മാസത്തിൽ ഇത് പൂർത്തിയാക്കുകയും ചെയ്ത ഒരു ബയോഗ്യാസ് പ്ലാന്റാണിത്. ഏറ്റവും ആദ്യത്തെ മോഡലായ ജനതാ മോഡൽ ബയോഗ്യാസ് പ്ലാന്റാണിത്. ഒട്ടനേകം 40 വർഷം പിന്നിട്ടിട്ടും ഇതിന് യാതൊരുവിധ നിർമ്മാണ തകരാറുകൾ ഉണ്ടാകാതെ ഈ വീട്ടുകാരെ സൂക്ഷിക്കുന്നു.
ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി 3 പതിറ്റാണ്ട് മുൻപ് കേരളത്തിൽ ആദ്യമായി കൊച്ചി നഗരത്തിൽ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിന് മാതൃകാ പദ്ധതി നടപ്പാക്കിയത് സഹൃദയയായിരുന്നു. ജലക്ഷാമം എന്ന പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ 15,000-ഓളം മഴവെള്ള സംഭരണികളാണ് സഹൃദയ നിർമ്മിച്ചു നൽകിയത്. ഭൂഗർഭ ജലശോഷണം തടയാൻ അതിലേറെ റീചാർജിംഗ് സംവിധാനങ്ങളും ഒപ്പം അമൂല്യമായ ജലത്തെ സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി ജലസാക്ഷരതാ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. മാലിന്യം കമ്പോസ്റ്റാക്കുന്നതിനുള്ള മണ്ണിര ടാങ്കുകളും ബയോബിന്നുകളും നൽകുന്ന സർക്കാർ അംഗീകൃത ഏജൻസി കൂടിയാണ് സഹൃദയ ടെക്. മികച്ച ജൈവവളമാണ് കമ്പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സോളാർ പവർ സിസ്റ്റം സ്ഥാപിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ അംഗീകാരം സഹൃദയയ്ക്കുണ്ട്. വിവിധ സ്ഥാപനങ്ങളിലും വീടുകളിലുമായി സോളാർ ലൈറ്റിംഗ് സിസ്റ്റവും വാട്ടർ ഹീറ്ററുകളും സഹൃദയ സ്ഥാപിച്ചു നൽകുന്നു. സർക്കാരിന്റെ ഊർജ്ജകരൻ ക്യാമ്പയിനുകളിലും പരിസ്ഥിതി സംരക്ഷണ പരിപാടികളിലും സഹൃദയ സജീവ സഹകാരിയാണ്. കുടുംബശ്രീ മിഷൻ 2 ജില്ലകളിൽ പഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് സഹൃദയയെ തിരഞ്ഞെടുത്തിരുന്നു. ജലനിധി, ജലജീവൻ പദ്ധതികളുടെയും സഹകാരിയായി വിവിധ ജില്ലകളിൽ സഹൃദയ പ്രവർത്തിച്ചു. സാമ്പത്തിക പരാധീനത മൂലം വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടുപോകാൻ വിഷമിച്ച 100 കണക്കിന് നിർധന വിദ്യാർത്ഥികൾ സഹൃദയയുടെ കൈപിടിച്ച് തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും വായ്പകളും ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ സഹൃദയ നടപ്പാക്കി. കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസ രീതികൾ പ്രചാരത്തിലായപ്പോൾ ടെലിവിഷൻ ഇല്ലാതെയും മൊബൈൽ ഫോണുകളില്ലാതെയും വിഷമിച്ച 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ടെലിവിഷൻ സെറ്റുകളും മൊബൈൽ ഫോണുകളും എത്തിച്ചു നൽകാൻ സഹൃദയ മനസ്സ് കാട്ടി. ഇപ്പോൾ 7ാം ക്ലാസ് മുതൽ +2 വരെ തിരഞ്ഞെടുക്കപ്പെട്ട നിർധന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വിദ്യാദർശൻ പദ്ധതി പരിശീലനങ്ങളിലൂടെ കുട്ടികളെ സിവിൽ സർവീസ് വരെ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതിരൂപത അംഗമായിരുന്ന അഗസ്റ്റിൻ കണ്ടത്തിലച്ചൻ തുടക്കം കുറിച്ച സേവ് എ ഫാമിലി പ്ലാൻ എന്ന പ്രസ്ഥാനം ഭാരതത്തിലെ പാവപ്പെട്ടവർക്ക് അതിരൂപത നൽകിയ സ്നേഹ സമ്മാനമാണ്. നിർധന കുടുംബങ്ങളെ സ്ഥിര സഹായം നൽകി സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുകയാണ് സേവ് എ ഫാമിലി പ്ലാൻ. ആദ്യകാലങ്ങളിൽ സഹൃദയയോടൊപ്പം പ്രവർത്തിച്ച സേവ് എ ഫാമിലി പ്ലാൻ വളർച്ചയുടെ വഴികളിൽ കാലടിയിലുള്ള ഐശ്വര്യ ഗ്രാമിലേക്ക് ആസ്ഥാനം മാറി. സ്വയം തൊഴിൽ പദ്ധതികളിലൂടെ മികച്ച വരുമാനം നേടി തങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പരാധീനതകളെ പരിഹരിക്കാൻ ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ഈ പദ്ധതി പ്രാപ്തരാക്കിയത്. ഞാൻ കുറച്ച് നാളായി തയ്ക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ 3 വർഷത്തിന് മുന്നെയാണ് സഹൃദയമായിട്ട് സഹകരിച്ചിട്ട് ഇങ്ങനൊരു കട എന്നുള്ള രീതിയിലേക്ക് തുടങ്ങിയത്. വീട്ടിൽ ചെറുതായിട്ട് രീതി തുടങ്ങിയെങ്കിലും സഹൃദയയുടെ സഹായത്തോടു കൂടി എനിക്ക് ഒരു രണ്ടാമത്തെ പ്രാവശ്യം പൈസ കിട്ടിയപ്പോൾ ഞാനൊരു പവർ മെഷീൻ ആദ്യമായിട്ട് വാങ്ങി. ആ പവർ മെഷീനാണിത്. ആ പവർ മെഷീൻ്റെ സഹായത്തോടു കൂടി എൻ്റെ വർക്കുകളൊക്കെ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ സഹൃദയയുടെ ഒരു വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ 5 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിന് പങ്കെടുത്തതിന് ശേഷം എനിക്ക് കൂടുതൽ തയ്യലുമായിട്ട് ബന്ധപ്പെട്ട നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ആ ഒരു കോൺഫിഡൻസിൻ്റെ ബലത്തിലാണ് ഞാനിപ്പോൾ ഒരു ഷോപ്പ് എന്നുള്ള രീതിയിലേക്ക് വന്നത്. സഹൃദയ ഇതുവരെയും എന്നെ ഒരുപാട് സഹായിച്ചു. അന്ന് ആ വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് വീണ്ടും ഒരു പവർ മെഷീനും കൂടി അവിടുന്ന് ഉഷയുടെ സഹൃദയയുടെ സഹായത്തോടു കൂടി അന്നും വാങ്ങാൻ സാധിച്ചു. ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് ഒരുപാട് സഹായം തരുന്ന സഹൃദയോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. എൻ്റെ പേര് സബിത എന്നാണ്. എനിക്ക് ആദ്യമായിട്ട് സഹായം കിട്ടിയ സഹൃദയയുടെ ഒരു 7,500 രൂപ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിന് അംഗവൈകല്യം ഉള്ളതുകൊണ്ട് തന്നെ സേവ് എ ഫാമിലിയുടെ അംഗമാകേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ഒരു 7,500 രൂപ ആദ്യമായിട്ട് സഹൃദയയിൽ നിന്ന് ലഭിച്ചു. ആ 7,500 രൂപയിൽ നിന്ന് തുടങ്ങി ഞാനത് ഒരു 10,000 രൂപയുടെ കച്ചവടമാക്കിയെടുത്ത് അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ ഒരു 3 മാസത്തോളം ഇതിൽ നിന്ന് കിട്ടിയ ലാഭം എൻ്റെ വീട്ടിലോട്ടോ എൻ്റെ മറ്റാവശ്യങ്ങൾക്കോ ഞാൻ എടുത്തില്ല. ഞാൻ ഈ ബിസിനസ്സിലോട്ട് തന്നെ വീണ്ടും ഇടുകയാണ് ചെയ്തത്. അങ്ങനെ ഇട്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ ചെറിയൊരു ചിട്ടി ചേർന്ന് നമ്മുടെ സഹകരണ സംഘത്തിലൊരു ചിട്ടി ചേർന്ന് അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ ഒരു ചെറിയ കടമുറി വാടകയ്ക്കെടുത്ത് ഇപ്പോൾ അവത്തിൽ നിന്നും ആ കടയിൽ നിന്നും കിട്ടുന്ന വരുമാനം നല്ലപോലെ നമുക്ക് കച്ചവടമായി. അങ്ങനെ ആയപ്പോൾ നമ്മൾ വേറൊരു കടയും കൂടി എടുത്തു. ഇപ്പം 2 കടയും അത്യാവശ്യം നല്ല പോലെ പോകുന്നുണ്ട്. സമൂഹം പ്രതിസന്ധികൾ നേരിടുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളുമായി സഹൃദയ വഴികാട്ടിയായി രംഗത്തെത്തും. 60 വർഷം
ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലയളവല്ല എങ്കിലും ഇക്കാലം അത്രയും പ്രസക്തമായി നിലനിന്നു എന്നുള്ളത് സഹൃദയെ വേറിട്ടതാക്കുന്നു. ഇനിയും ഏറെക്കാലം ജനങ്ങൾക്ക് സേവനം നൽകാൻ സഹൃദയ്ക്ക് കഴിയട്ടെ. നന്ദി. ദൈവത്തിന് സ്തുതി. ദുരിതങ്ങളിൽ സഹായഹസ്തവുമായി ആദ്യം ഓടിയെത്തുന്നവരിൽ എന്നും സഹൃദയ മുന്നിലുണ്ടാവുമെന്നതിൽ സംശയമില്ല. വരൾച്ചയോ വെള്ളപ്പൊക്കമോ പകർച്ചവ്യാധിയോ എന്തായാലും നിസ്വാർത്ഥ സേവനവുമായി സഹൃദയയും രംഗത്തെത്തും. 60കളിൽ നഗരത്തിലെ വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞ തോട്ടിപ്പണിക്കാരുടെ കുടുംബങ്ങളിൽ കട്ടിലുകൾ എത്തിച്ചുകൊടുത്ത് പാറേക്കാട്ടിൽ പിതാവ് കാണിച്ച മാതൃക ഇന്നും സഹൃദയ പിന്തുടരുന്നു. സുനാമി പുനരധിവാസത്തിൽ ഭവന നിർമ്മാണം, പുനരുദ്ധാരണം, വീട്ടുപകരണങ്ങളുടെ വിതരണം, ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും വിതരണം, ജീവനോപാധികൾക്കുള്ള സഹായം, കൗൺസിലിംഗ് സേവനം, മഴവെള്ള സംഭരണ പദ്ധതികൾ, ദുരന്ത ജാഗ്രതാ പരിശീലനം തുടങ്ങിയവ നടത്തിയ സഹൃദയ 2018 മഹാപ്രളയത്തിൽ 800-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. എല്ലായിടത്തും ഭക്ഷണവും അവശ്യവസ്തുക്കളും മരുന്നുകളും എത്തിച്ച സഹൃദയിൽ നിന്നാണ് പലപ്പോഴും സർക്കാർ സൈനിക സംവിധാനങ്ങൾ ഭക്ഷണപ്പൊതികൾ നേടിയത്. പ്രളയത്തിൽ തകർന്ന വീടുകൾ വൃത്തിയാക്കാൻ സഹൃദയയുടെ സമരിറ്റൻസ് രംഗത്തിറങ്ങി. സാമ്പത്തികമായി സുസ്ഥിതിയുള്ള ഇടവകകളുടെ സഹകരണത്തോടെ ദുരിതബാധിതർക്കായി പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി. 300-ലേറെ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി. ജീവനോപാധികളും അവശ്യവസ്തുക്കളും നൽകി ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ലോകം മുഴുവൻ നിശ്ചലമായ കോവിഡ് കാലഘട്ടത്തിൽ സഹൃദയ സന്നദ്ധ സേവനവുമായി രംഗത്തിറങ്ങി. പ്രതിരോധ നടപടികളിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സഹകരിച്ച സഹൃദയ നടപ്പിലാക്കിയ കരുതൽ പാട്ട്, ഭിന്നശേഷിക്കാർക്കായി ആംഗ്യഭാഷയിൽ പ്രതിരോധ നിർദ്ദേശങ്ങൾ എന്നിവ സമൂഹം ഏറ്റെടുത്തു. പോലീസിനും ആരോഗ്യപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും തുണയായി സഹൃദയ കൂടെ നിന്നു. മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും കൗൺസിലിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തി. സഹൃദയുടെ കോവിഡ് കാല പ്രവർത്തനങ്ങളെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അഭിനന്ദിക്കുകയുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപത 7,02,00,000 രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതായി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ അറിയിച്ചു. മണിപ്പൂരിലെ ദുരിതബാധിതരായ സഹോദരങ്ങൾക്കാവശ്യമായ സഹായമെത്തിക്കാൻ സഹൃദയ ശ്രമിച്ചിരുന്നു. ചെന്നൈയിലെയും ആസാമിലെയും വെള്ളപ്പൊക്കത്തിലും മലബാറിലുണ്ടായ പ്രളയത്തിലും സഹൃദയ സഹായമെത്തിച്ചു. വയനാട് ദുരന്തമുണ്ടായപ്പോഴും ദുരിതാശ്വാസ നടപടികളുമായി സഹൃദയ എത്തിയിരുന്നു. സഹൃദയുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിതര ഏജൻസികളിൽ നിന്ന് നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഭവന നിർമ്മാണ മേഖലയിലും ഭിന്നശേഷി മേഖലയിലും ഊർജ്ജ സംരക്ഷണ മേഖലയിലും ഇൻഷുറൻസ് മേഖലയിലും മനുഷ്യാവകാശ മേഖലയിലുമൊക്കെ സർക്കാരിന്റെ അംഗീകാരങ്ങളും പരിസ്ഥിതി, സാമൂഹ്യ പ്രവർത്തനം, സാമ്പത്തിക ഉൾച്ചേർക്കൽ, ജൈവകൃഷി പ്രോത്സാഹനം, മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വിവിധ ഏജൻസികളുടെയും പുരസ്കാരങ്ങളും സഹൃദയയ്ക്ക് ലഭിച്ചു. സുമനസ്സുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിച്ച് അർഹിക്കുന്നവരിലേക്ക് എത്തിക്കാൻ സഹൃദയ സ്നേഹ ഫൗണ്ടേഷൻ ലൈറ്റ് എ ലൈഫ് പദ്ധതികൾ നടപ്പാക്കി വരുന്നു. കൊച്ചി നഗരത്തിൽ വിദ്യാഭ്യാസത്തിനായും തൊഴിലിനായും എത്തിച്ചേരുന്ന വനിതകൾക്കായി സഹൃദയയിൽ വനിതാ ഹോസ്റ്റലും പ്രവർത്തിക്കുന്നു. ബിഷപ്സ് ഹൗസിൽ നിന്നും ആരംഭം കുറിച്ച സഹൃദയ പിന്നീട് കലൂർ റിന്യൂവൽ സെന്ററിലും അവിടെ നിന്ന് പൊന്നുരുന്നി സർവീസ് സെന്ററിലുമായി ആസ്ഥാനം മാറി. പൊന്നുരുന്നിയിലെ കേന്ദ്ര ഓഫീസ് കൂടാതെ ചേർത്തല, പറവൂർ, അങ്കമാലി, വൈക്കം എന്നിവിടങ്ങളിൽ മേഖലാ ഓഫീസുകളും പ്രവർത്തിക്കുന്നു. വജ്രജൂബിലി വർഷത്തിൽ ആലുവ പുറയാറിൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. പൊന്നുരുന്നിയിലെ ഏർലി ഡിറ്റക്ഷൻ സെന്ററിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു. വജ്രജൂബിലിയിൽ നിറവിലായിരിക്കുന്ന സഹൃദയയുടെ ഏറ്റവും കാലഘട്ടത്തിനനുസൃതമായ ഒരു മുന്നേറ്റമാണ് ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി ആരംഭിക്കുന്ന 2 പദ്ധതികൾ. ഒന്നാമതായിട്ട് പൊന്നുരുന്നിയിൽ ആരംഭിക്കുന്ന ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററും ആലുവ ദേശത്ത് ആരംഭിക്കുന്ന
ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററും. സഹൃദയയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ മുതൽ തന്നെ ഭിന്നശേഷിക്കാരായ മക്കളുടെ പുനരധിവാസത്തിനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി വിവിധ കർമ്മ പദ്ധതികൾ നടപ്പാക്കി വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നുവെന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വളർന്നു വരുന്ന ഈ ഒരു കണക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ ശ്രദ്ധയും കൂടുതൽ ഇടപെടലുകളും ഭിന്നശേഷിക്കാരായ മക്കളുടെ മേഖലയിലേക്ക് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ശിശുക്കൾക്ക് അവരുടെ ബാല്യത്തിൽ തന്നെ വൈകല്യങ്ങളെ കണ്ടെത്തി അതിനെ പരമാവധി പരിഹരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ ആലുവയിലെ എല്ലാ കാറ്റഗറിയിലുള്ള ഭിന്നശേഷിക്കാരെയും അവർക്ക് വിവിധങ്ങളായിട്ടുള്ള തെറാപ്പികൾ നൽകിക്കൊണ്ട് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിക്കുന്നത്. ഈ 2 സെൻറ്ററുകളിലൂടെയും നൂതനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടും കൂടുതൽ ആഴമായ പഠനങ്ങളിലൂടെയും നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് കൂടുതൽ മികച്ച ജീവിത സൗകര്യങ്ങൾ നൽകി അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും കൂടാതെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തുവാനായിട്ട് ഉപകരിക്കുന്ന തരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ നൽകിക്കൊണ്ടും അവർക്കാവശ്യമായ തെറാപ്പികൾ നൽകിക്കൊണ്ടും അവരുടെ സമഗ്രമായ വളർച്ചയാണ് ഈ 2 സെൻറ്ററുകളിലൂടെയും സഹൃദയ വിഭാവനം ചെയ്യുന്നത്. സാമൂഹ്യ പ്രവർത്തനങ്ങളെ ഗോപിപ്പിക്കാൻ 1958 അഭിമന്യ പാറേക്കാട്ടിൽ പിതാവ് ചുമതലപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട എബ്രഹാം കരേടനച്ചനെയായിരുന്നു. സഹൃദയ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ആന്റണി പുതുശ്ശേരി അച്ഛൻ സാരഥ്യം ഏറ്റെടുത്തു. തുടർന്ന് ബഹുമാനപ്പെട്ട ജോസഫ് മുട്ടുമന, ബഹുമാനപ്പെട്ട ആന്റണി കവലക്കാട്ട്, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് മാമ്പിള്ളി, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കോലഞ്ചേരി, ബഹുമാനപ്പെട്ട വർഗീസ് കാട്ടുപറമ്പിൽ, ബഹുമാനപ്പെട്ട പോൾ മൂഞ്ഞേലി, ബഹുമാനപ്പെട്ട തോമസ് വൈക്കത്ത് പറമ്പിൽ, ബഹുമാനപ്പെട്ട പോൾ ചെറുപ്പിള്ളി എന്നിവരാണ് സഹൃദയെ നയിച്ചത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോസ് കൊളുത്തുവെള്ളിൽ അച്ഛൻ സൗഹൃദയുടെ സാരഥിയായി സേവനം ചെയ്യും. കേരളത്തിലെ തന്നെ ആദ്യകാല സാമൂഹ്യ പ്രവർത്തന വിഭാഗമായി വെൽഫെയർ സർവീസ് എറണാകുളം എന്ന പേരിൽ രജിസ്ട്രേഷൻ നടത്തി പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് വിവിധ സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സഹൃദയ എന്ന ഈ സാമൂഹ്യ പ്രവർത്തന വിഭാഗം കേരളത്തിന് മുഴുവനും മാതൃകയാകുന്ന രീതിയിൽ ജാതി മത വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മേഖലകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മപദ്ധതികളുമായി ഈ കാലഘട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുവാനായി സാധിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശങ്ങളിലുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളിലും പ്രകൃതിക്ഷോഭങ്ങളിലും സഹൃദയയുടെ വലിയ സാന്നിധ്യം അവർക്കൊക്കെ കൈത്താങ്ങായിട്ട് മാറുകയുണ്ടായി. കുട്ടനാട്ടിലും മലബാറിലും വയനാടിലും അതോടൊപ്പം തന്നെ മണിപ്പൂരിലും ഒറീസയിലും ഒക്കെ പ്രകൃതിക്ഷോഭങ്ങളും പലവിധത്തിലുള്ള ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ സഹൃദയ മുന്നിട്ടിറങ്ങി അവിടെയൊക്കെ കൈത്താങ്ങായിട്ട് എത്തിച്ചേരുവാൻ സാധിച്ചു. 2018 പ്രളയത്തിലും ഓഖിയിലും സുനാമിയിലും കൂടാതെ കോവിഡ് ദുരന്തത്തിലും സഹൃദയയുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും തന്നെ പ്രശംസിക്കുകയും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും സാധിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ജീവകാരുണ്യ മുഖമായി സഹൃദയയ്ക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ എത്തിച്ചേരുവാൻ സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. ഏകദേശം 100-ലേറെ സ്റ്റാഫുകളും 250-ലേറെ ആനിമേറ്റർമാരും 300-ലേറെ ഗ്രാമങ്ങളിൽ സ്പോൺസർ സിസ്റ്റർമാരും സഹൃദയയുടെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ആഡംബരങ്ങളും ആഘോഷങ്ങളും അന്യമായ ഒരു വിഭാഗം ഇപ്പോഴും സമൂഹത്തിലുണ്ടെന്ന ബോധ്യം എല്ലാവരിലും എത്തിക്കാനും തങ്ങളുടെ ഉള്ളവും ഉള്ളതിലൊരു പങ്കും അവർക്കായി പങ്കുവെക്കാനും സഹൃദയ ഈ വജ്രജൂബിലി വർഷത്തിൽ പുനരർപ്പണം ചെയ്യുന്നു.